ഒരു ട്രഡീഷണൽ ODI മാച്ചിന്റെ സകല സൗന്ദര്യവും തരുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ. അപ്പം ന്യൂസിലൻഡും ഇന്ത്യയും തമ്മിൽ ഫൈനൽ മത്സരങ്ങളിൽ ഏറ്റുമുട്ടുമ്പോൾ ജയം പ്രവചിക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ന്യൂസിലൻഡിനെ ഒരിക്കലും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില കുറച്ച് കാണാൻ കഴിയില്ല. ആഹ് അതിദ്രുതഗതിയിൽ തുടങ്ങിയ ഇന്നിങ്സ് മധ്യ ഓവറുകളിൽ സ്ലോ ആയി, പിന്നീട് ബാറ്റിംഗ് പവർ പ്ലേയിലേക്ക് അവസാന ഓവറുകളിലേക്ക് എത്തിയപ്പം വീണ്ടും അവർ അടിച്ച് റൺസ് എടുക്കുന്ന കാഴ്ച കണ്ടു. അത്യാവശ്യം വേഗത കുറഞ്ഞ വിക്കറ്റിലൂടെ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്കോർ തന്നെയാണ് ന്യൂസിലൻഡ് ഇന്ത്യക്ക് മുന്നിലേക്ക് ഉയർത്തി വിട്ടിരിക്കുന്നത്. ഒരിക്കലും 251 എന്ന് പറയുന്ന സ്കോർ ഇവിടെ നിസ്സാരമാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അത് ടേക്ക് ഓവർ ചെയ്യാൻ പറ്റിയ ഒരു സ്കോർ തന്നെയാണ്. പക്ഷേ ന്യൂസിലൻഡ് നിരയിലും അത്യാവശ്യം പന്തുകൊണ്ട് ഇന്ദ്രജാലം കാണിക്കാൻ കഴിയുന്ന മിസ്റ്ററി സ്പിന്നർമാരുണ്ട് എന്നുള്ളത് ഇന്ത്യ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. പവർ പ്ലേ ഓവറുകളിൽ രോഹിത് എങ്ങനെ ഒരു ഇന്നിങ്സ് ആക്സിലറേറ്റ് ചെയ്ത് തുടക്കം ഇട്ട് കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ ജയപ്രതീക്ഷകൾ എന്നത് വേറെ കാര്യം. ഗിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ന്യൂസിലൻഡിന് വേണ്ടിയിട്ട് ഡാരിയൽ മിച്ചൽ 63 റൺസ് എടുത്തവരുടെ ടോപ്പ് സ്കോററായി മാറി. ഈ 63 എന്ന് പറയുമ്പം ഒരു ന്യൂസിലൻഡ് ബോളറുടെ ഏറ്റവും വേഗത കുറഞ്ഞ 50ആണ്. അതുകൂടാതെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ 50കളിൽ ഒന്നായിട്ട് എന്നുകൂടി ഇതിനെ പരിഗണിക്കണം. ഏകദേശം 91 പന്തോളം കൺസ്യൂം ചെയ്തിട്ടാണ് മിച്ചൽ 50 റൺസ് എടുത്തത്. 101 പന്തുകളിൽ നിന്നും 63 റൺസ് എടുത്ത അദ്ദേഹം അവസാന ഓവറുകളിൽ അടിച്ച് വേഗത കൂട്ടിയെങ്കിലും ഷമിക്ക് മുന്നിൽ കീഴടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇന്ത്യൻ ബോളർമാർ അത്യാവശ്യം നല്ല രീതിയിൽ മിഡിൽ ഓവറുകളിൽ പന്ത് കൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കുന്ന കാഴ്ച കണ്ടു. രജിൻ രവീന്ദ്ര 37 റൺസുമായിട്ട് പുറത്തായപ്പോൾ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. ട്രാവിസ് ഹെഡ് പോകുന്ന സന്തോഷം തന്നെയായിരുന്നു രജിൻ രവീന്ദ്ര പുറത്തേക്ക് പോയത്. പിന്നെ അവരുടെ ടോപ്പ് സ്കോറർ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലെൻ ഫിലിപ്സ് 34 റൺസ് എടുത്തു. ഫിലിപ്സ് ഒരു വല്ലാത്ത സ്കോറിലേക്ക് അല്ലെ ബീസ്റ്റ് മൂഡിലേക്ക് പോകുന്ന ഒരു സ്പേസിൽ വന്നിട്ടാണ് വരുൺ ചക്രവർത്തി അവിടെ വിക്കറ്റ് തൂക്കിയത്. അതെന്തായാലും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. പിന്നെ 53 റൺസുമായിട്ട് ബ്രേസ്വെല്ല് നോട്ടൗട്ടായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അവരുടെ ഒരു സ്കോർ ലൈൻ്റെ ഒരു പോക്ക്. മുഹമ്മദ് ഷമി 1 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വരുൺ ചക്രവർത്തി 2 വിക്കറ്റ് എടുത്തു. കുൽദീപ് യാദവ് 2 വിക്കറ്റ് എടുത്തു. രവീന്ദ്ര ജഡേജ 1 വിക്കറ്റ് എടുത്തു. പിന്നെ ഫീൽഡിൽ രോഹിത് നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. ഗില്ല് ഒരു കിടിലൻ ക്യാച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ തെറിവിൽ ഗില്ലിന് അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം രണ്ടാം ഇന്നിങ്സിൽ എന്താവും എന്ന് കാത്തിരുന്ന് കാണാം. ഉന്നാൽ മുടിയാതെ തമ്പി പോസ്റ്റുമായിട്ട് കുറേ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. രോഹിത്തിന് ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫി കിട്ടിയിട്ട് 2027 വേൾഡ് കപ്പ് രോഹിത് കളിക്കും എന്നാണ് നിലവിലെ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. 2-3 പേര് അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. രവിചന്ദ്ര അശ്വിൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലോകകപ്പ് വരെ രോഹിത് കാണും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.